മലപ്പുറത്ത് ഓട്ടോ ഡ്രൈവർ മർദ്ദനമേറ്റ് കുഴഞ്ഞുവീണ് മരിച്ച സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. അബ്ദുൾ ലത്തീഫിന്റെ മരണകാരണം ഹൃദയാഘാതമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അബ്ദുൾ ലത്തീഫിനെ മർദ്ദിച്ചവർക്കെതിരെ നരഹത്യാ വകുപ്പ് ചേർക്കും. ഇന്ന് രാവിലെ ബസ് ജീവനക്കാർ ഓട്ടോ ഡ്രൈവർ ലത്തീഫിനെ മലപ്പുറം കോഡൂരിൽ വെച്ച് മർദ്ദിക്കുകയായിരുന്നു. വിവരങ്ങളുമായി ശിവദാസ് ചേരുന്നു. ശിവദാസ്, അങ്ങേയറ്റം ദാരുണമായ ഒരു വാർത്തയുടെ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വിശദാംശങ്ങൾ. നീലിമ, ഇന്ന് രാവിലെ ഏകദേശം 10:30 ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഓട്ടോ ഡ്രൈവറായ അബ്ദുൾ ലത്തീഫിനെ ഒരു സംഘം ബസ് ജീവനക്കാർ മർദ്ദിക്കുകയായിരുന്നു. അതായത് ഓട്ടോയിൽ യാത്രക്കാരെ കയറ്റി എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ ഓട്ടോ ഡ്രൈവർ കൂടിയായിരുന്ന അബ്ദുൾ ലത്തീഫിനെ അദ്ദേഹത്തിന്റെ ഓട്ടോയ്ക്ക് മുൻപിൽ ബസ് ക്രോസ് ചെയ്ത് നിർത്തി ഓട്ടോയിൽ നിന്നും വിളിച്ചിറക്കി മർദ്ദിച്ചത്. അതിനുശേഷം പിന്നീട് അബ്ദുൾ ലത്തീഫ് തന്നെയാണ് ഓട്ടോ ഓടിച്ച് ആശുപത്രിയിൽ എത്തിയത്. പക്ഷേ ആശുപത്രിയിൽ എത്തിയപ്പോൾ കുഴഞ്ഞു വീണ അബ്ദുൾ ലത്തീഫ് മരിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചു. അതിനുശേഷം വൈകിട്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിലായിരുന്നു പോസ്റ്റ്മോർട്ടത്തിലാണ് അബ്ദുൾ ലത്തീഫിന്റെ മരണകാരണം ഹൃദയാഘാതം ആണെന്ന് വ്യക്തമായത്. ഈ മർദ്ദനവും ഇതിന് മർദ്ദനം വഴി ഉണ്ടായ ടെൻഷൻ കാരണമാണ് ഇത്തരത്തിലൊരു ഹൃദയാഘാതം ഉണ്ടായതെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അത്തരത്തിൽ തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളും. അതുകൊണ്ട് തന്നെ ഈ നിലവിൽ കസ്റ്റഡിയിൽ 2 പ്രതികളാണ് ഉള്ളത്. ബസ് ജീവനക്കാരായ 2 പേരാണ് നിലവിൽ കസ്റ്റഡിയിൽ ഉള്ളത്. അവർക്കെതിരെ നരഹത്യ വകുപ്പും ചുമത്തും. എന്തായാലും ദാരുണമായ ഒരു സംഭവം തന്നെയാണ് മലപ്പുറത്ത് ഉണ്ടായിരിക്കുന്നത്. നിലിമ.